എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 49 ശ്ലോകം 12, 13, 14, 15, 16, 17, 18, 19, 20 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ക്രൂരനെ അവള് കണ്ടപ്പോ ആ കുന്തിദേവിയുടെ ഉള്ളിലുള്ള ദുഃഖം, ഇതേവരെ അടക്കി വെച്ചിരുന്ന ആ ദുഃഖം അങ്ങനെ അണ പൊട്ടി ഒഴുകാണ്. ആ അമ്മ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? ക്രൂരനെ കണ്ടപ്പോ അതാ തുറന്നങ്ങോട്ട് പറയും. സ്വന്തം സഹോദരന്റെ മക്കളാണ്, അവരോട് സ്വാർത്ഥം കാണിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ധൃതരാഷ്ട്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഇറങ്ങിപ്പോയാൽ വേറൊരു സ്ഥലം വേണ്ടേ ആ അമ്മയ്ക്ക് മക്കളെയും കൊണ്ട്? എന്തായാലും സഹിക്കണേന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ക്രൂരനെ കണ്ടപ്പോ അതാ എല്ലാ ദുഃഖങ്ങളും മുഴുവൻ പറയുകയാണ്. ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു? എന്റെ ഈ ദുഃഖം തീർക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കുന്തിദേവിക്ക് നല്ലോണം അറിയാം. അത് പറയുകയാണ്. ശ്ലോകം 12. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാന്യൻ തവ പദാംഭോജാത് പശ്യാമി ശരണം നൃണാം ബിഭ്യതാം മൃത്യു സംസാരാത് ഈശ്വരസ്യ അപവർഗിക. എനിക്കും എന്റെ കുട്ടികൾക്കും മാത്രല്ല, എല്ലാവർക്കും നീ തന്നെയാണ് രക്ഷ. കൃഷ്ണാന്ന് കൃഷ്ണന് മുമ്പിൽ ഇങ്ങനെ ഭഗവാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നും. അങ്ങനെ കുന്തിദേവി പറയണത്. ഹേ കൃഷ്ണ, ജനന മരണ പ്രവാഹ രൂപമായ ഈ സംസാരത്തിൽ നിന്ന് ഭയപ്പെടുന്ന സകല മനുഷ്യരുടെയും ദുഃഖം തീർത്ത് മോക്ഷ സാമ്രാജ്യം നൽകുന്ന നിന്തിരുവടിയുടെ പാദപത്മം ഒന്നല്ലാതെ അന്യമായ രക്ഷാസ്ഥാനം യാതൊരാൾക്കും ഇല്ല. അത് ഞാൻ പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെയിരിക്കെ അങ്ങയുടെ സംബന്ധികളായ ഞങ്ങൾക്ക് ഇനി വേറെ ആരാ രക്ഷ? അങ്ങ് മാത്രമാണ് രക്ഷ. മനസ്സു ചുട്ട് നമസ്കരിക്കുന്നു. നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരായ യോഗായ ഭാമകം ശരണം ഗത. രാഗാദിവൃത്തികളുടെ ബാധയില്ല. അതുകൊണ്ട് ധർമ്മസ്വരൂപനായും എങ്ങും നിറഞ്ഞിരിക്കുന്നതിനാൽ അപരിച്ഛിന്നനായും പരമാത്മാവായും ഇരിക്കുന്നതിനാൽ ജീവബന്ധുവായും സകല സിദ്ധികളെയും നൽകുന്ന അണിമാദികളുടെ നാഥനായും ജ്ഞാനസ്വരൂപനായും ഇരിക്കുന്ന ഹേ കൃഷ്ണ, ഇന്ദിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം. ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങയെ ഒഴിച്ച് മറ്റുള്ള ദേവന്മാരെല്ലാം ഈ ഇതുപോലെ ജന്മാദി ക്ലേശങ്ങൾക്ക് അധീനരാണ്. അതുകൊണ്ട് അവര് ശരണ്യരല്ല. ഭഗവാൻ മാത്രമാണ്. ഇതെല്ലാം ഗുണങ്ങളെല്ലാം തികഞ്ഞിരിക്കുന്ന ഭഗവാനെ മാത്രമേ ആശ്രയിച്ചാലേ രക്ഷയുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ടാണ്. ശ്രീശുക ഉവാച ഇത്യനുസ്മൃത്യ സ്വജനം കൃഷ്ണം ച ജഗദീശ്വരം പ്രാരുദുഃഖിതാ രാജൻ വദാം പ്രപിതാമഹി. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്, ഹേ രാജാവേ, അങ്ങയുടെ അച്ഛന്റെ മുത്തച്ഛനായ പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തിദേവി ഇങ്ങനെ സ്വന്തം മാതാപിതാക്കന്മാരെയും ലോകേശ്വരനായ ശ്രീകൃഷ്ണനെയും സ്മരിച്ച് ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞു. അങ്ങോട്ട് കേട്ട പരീക്ഷിത് മഹാരാജാവിനും കണ്ണ് നിറഞ്ഞു. അദ്ദേഹം കണ്ണു തുടയ്ക്കാൻ തുടങ്ങി. സമദുഃഖ സുഖോ ക്രൂരോ വിദുരശ്ച മഹായശാഃ സാന്ത്വയാമാസതു കുന്തിം തൽപുത്രോൽപത്തി ഹേതുഭി. കുന്തിദേവി ഇങ്ങനെ പറയണ കേട്ടപ്പോ ക്രൂരന്റെ കണ്ണുകളിൽ നിന്നും ഇങ്ങനെ അശ്രുക്കൾ ഒഴുകണുണ്ട്. ഇത്ര സ്നേഹമാണ് കുന്തിദേവിയെ ആ ക്രൂരനും. അപ്പൊ ശരിക്കും കുന്തിദേവി അനുഭവിക്കുന്ന ആ ദുഃഖം തന്നെ അക്രൂരനും അനുഭവിച്ചു. അങ്ങനെ സജ്ജനങ്ങളെ സ്നേഹിക്കുന്ന പരമഭക്തനും ജ്ഞാനിയും ആണെന്ന് കീർത്തി കേട്ടിരിക്കുന്ന വിതുരനും രണ്ടുപേരും കൂടി ഇതാ വ്യസനിക്കുന്ന കുന്തിയെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാ കുന്തി ഇങ്ങനെ വിഷമിക്കണ്ട സഹോദരി. എത്ര കേമന്മാരുടെ മക്കളാണ് ഈ 5 പേര്. യമധർമ്മരാജാവിന്റെ മകനാണ് ധർമ്മപുത്രര്, വായുദേവന്റെ മകനാണ് ഭീമസേനൻ, അർജുനനോ ഇതാ ദേവേന്ദ്രന്റെ പുത്രൻ. അങ്ങനെയുള്ള ആ കുട്ടികള് എത്ര മിടുക്കന്മാരാണ്. അതുപോലെയുള്ള ഗുണങ്ങളും ആ വീരത്വവും ഒക്കെ എല്ലാ മക്കൾക്കും ഇല്ലേ? ഇതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഇതൊന്നും കൂട്ടണ്ട, ശരിയാവും, ആ ധൃതരാഷ്ട്രോട് ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ അക്രൂരൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കുന്തിദേവി.
യാസ്യൻ രാജാനമഭ്യേത്യ വിഷമം പുത്രലാലസം അവതൽ സുഹൃദാം മധ്യേ ബന്ധുഭിः സൗഹൃദോദിതം. ക്രൂരൻ മധുരാപുരിക്ക് തിരിച്ചു പോവാനായിട്ട് പുറപ്പെട്ടു. എന്നിട്ട് ധൃതരാഷ്ട്രോട് പറയണു, തന്റെ പുത്രന്മാരിലും പാണ്ഡവന്മാരിലും ഒരുപോലെയല്ല ധൃതരാഷ്ട്രയുടെ പെരുമാറ്റം. തന്റെ പുത്രന്മാരിലുള്ള അത്യന്ത ആസക്തി നിമിത്തം ഭേദഭാവനയോടുകൂടിയിരിക്കുന്ന രാജാവായ ധൃതരാഷ്ട്രന്റെ അടുത്ത് ചെന്നിട്ട് ബന്ധുക്കളായ ശ്രീകൃഷ്ണൻ, ബലരാമൻ മുതലായവര് സൗഹാർദ്ദ നിമിത്തം പറയാൻ ഏൽപ്പിച്ച വാക്കുകള് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അക്രൂരൻ പറയാണ്. അവതൽ സുഹൃതാം മധ്യേ ബന്ധുഭി സൗഹൃദോദിത. അവര് പറഞ്ഞേൽപ്പിച്ച വാക്കുകളൊക്കെ പറയണു ധൃതരാഷ്ട്രരോട്. അക്രൂരൗവാച ഭോ ഭോ വൈചിത്രവീര്യത്വം കുരൂണാം കീർത്തിവർദ്ധന ഭ്രാതര്യുപരതേ പാണ്ഡോ അധുനാസനമാസ്ഥിത. വിചിത്രവീര്യന്റെ പുത്രനും കുരുവംശ രാജാക്കന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായ ഹേ രാജാവേ, ഇതുവരെ രാജ്യപരിപാലനം ചെയ്തിരുന്ന അങ്ങയുടെ സഹോദരനായ പാണ്ഡു മഹാരാജാവിന്റെ കാലം കഴിഞ്ഞ ഈ അവസരത്തില് അങ്ങ് ധർമാസനത്തില് ഇരിക്കണമല്ലോ. ഇപ്പൊ അങ്ങല്ലേ രാജ്യം ഭരിക്കണത്. ഇത് ശരിയാണോ? ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ശരിക്കും പരിഹാസ്യം തന്നെയാണ്. പാണ്ഡു മരിച്ചാൽ പിന്നെ ശരിക്കും രാജാവാവേണ്ടത് പാണ്ഡുപുത്രന്മാരില് മൂത്ത പുത്രനായ യുധിഷ്ഠിരനല്ലേ. അങ്ങ് എന്താണ് ഈ സിംഹാസനത്തിൽ കയറി ഇരിക്കണത്? ഇത് പരിഹാസ്യം തന്നെയാണ് കേട്ടോ. അങ്ങ് ഇങ്ങനെ സ്വാധീനപ്പെടുത്തിയത് ഒട്ടും ശരിയല്ല. കുരുവംശത്തിൽ ഇതുവരെ ഉണ്ടായവര് കുലമഹിമ വർദ്ധിപ്പിച്ചതുപോലെ അങ്ങും കുലത്തിന്റെ മഹിമയെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഈ പ്രവൃത്തി കുലത്തിന് കീർത്തിയേ അല്ല, അപകീർത്തിയാണ് വർദ്ധിപ്പിക്കുക. അതാണ് നാലാള് കേൾക്കെങ്കിൽ പറഞ്ഞാലെങ്കിലും ലജ്ജ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അക്രൂരൻ ഇങ്ങനെ പറഞ്ഞത്. തന്നെത്താനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ആരെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും ഒരു ലജ്ജ തോന്നട്ടെ. ധർമ്മേണ പാലയന്നുർവീം പ്രജാശീലേന രഞ്ജയൻ വർത്തമാന സമസ്വേഷു ശ്രേയ കീർത്തിം അവാപ്സ്യസി. ധർമ്മപ്രകാരം ഭൂമിയെ പരിപാലിക്കുകയും സൽസ്വഭാവം കൊണ്ട് പ്രജകളുടെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള അനുരാഗം വർദ്ധിപ്പിക്കുകയും തന്റെയും സോദരന്റെയും പുത്രന്മാരിൽ ഭേദഭാവന കൂടാതെ ഒരുപോലെ പെരുമാറുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളും ഇഹത്തിൽ സൽകീർത്തിയും സിദ്ധിക്കും. ഇപ്പൊ ചെയ്യണത് പോലെയാണ് ചെയ്യണമെങ്കിൽ ഈ വക ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ് എന്ന് പറയാണ് അക്രൂരൻ. അന്യഥാ ത്വാചരം ലോകേ ഗർഹിതോ യാസ്യസേ തമ തസ്മാൽ സമത്വേ വർത്തസ്വ പാണ്ഡവേഷു ആത്മജേഷു ച. ഇങ്ങനെ ഇവരോട് പ്രത്യേകം, സ്വന്തം പുത്രന്മാരോട് കൂടുതൽ സ്നേഹം, ഇവരോട് സ്വാർത്ഥമായിട്ടാണ് ഇങ്ങനെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ ലോകവാസികളെല്ലാം അങ്ങേ നിന്ദിക്കും. ഈ ലോകത്തിലെ മഹാദുഃഖവും പിന്നെ മരണാനന്തരം നരകവും ഉണ്ടാവും. അതുകൊണ്ട് പാണ്ഡവന്മാരിലും സ്വപുത്രന്മാരായ ദുര്യോധനാദികളിലും ഭേദഭാവന കൂടാതെ അവരെ കൂടുതൽ സ്നേഹിക്കുകയാണ് ശരിക്കും വേണ്ടതല്ലേ. അതില്ലെങ്കിലും വേണ്ടില്ല, ഒരു ഭേദഭാവന കൂടാതെ സമഭാവനയോടെ ഇരിക്കണം. നേഹചാത്യന്ത സംവാസ കർഹിചിൽ കേനചിൽ സഹ രാജൻ സ്വേനാവിദേഹേന കിമു ജായാത്മജാദിഭി. ഹേ രാജാവേ, ഈ ലോകത്തില് ആർക്കും ആരോടുകൂടിയും നിത്യസംസർഗമില്ല. എല്ലാവരെയും എന്തെങ്കിലും ഒരിക്കൽ വിട്ടുപോകണം. ഈ ലോകം വിട്ടു പോവാതിരിക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും. സ്വന്തം ദേഹവും കൂടി തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ്. പിന്നെ ഈ ഭാര്യാപുത്രാദികൾ പിരിഞ്ഞു പോകുന്നത് തന്നെ എന്ന് വേറെ പറയണം. സമഭാവനയോടുകൂടി വസിച്ചാൽ തന്നിമിത്തം സിദ്ധിക്കുന്ന ധർമ്മം ഒന്നു മാത്രം വിട്ടുപിരിയാതെ നിത്യസംബന്ധിയായിരിക്കും. അതുകൊണ്ട് ധർമ്മം പ്രവർത്തിക്കൂ രാജാവേ. സ്വന്തം പുത്രന്മാരെ പോലെ തന്നെ ഈ പാണ്ഡവന്മാരെയും കരുതും എന്ന് പറഞ്ഞു ഉപദേശിച്ചു. ഒരു കാര്യം ഉണ്ടായില്ല അല്ലെ? അതാണ്. ഇതുപോലെ തന്നെ ഇതുപോലെ എത്ര അമ്മമാരും മക്കളും ദുഃഖിക്കണം ഇപ്പോഴും. സ്വാർത്ഥം ഒക്കെ അങ്ങനെ. ഈ ഭൂമിയും ഇത് വിട്ടുപോണതാണെന്നൊന്നും ഇതൊക്കെ പറയണത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊന്നും ആലോചിക്കാതെ സ്വന്തം വേണ്ട സഹോദരന്മാര് തമ്മിൽ തല്ലി പിരിയണു, അത് പോട്ടെ. സ്വന്തം അച്ഛനെയും അമ്മയും തന്നെ നോക്കാൻ ഇപ്പോഴത്തെ കാലത്ത് മക്കള് തയ്യാറാവണമെന്നില്ല അല്ലെ. അവരെ അനാഥാലയത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകണം, ഗുരുവായൂർ കൊണ്ട് ഉപേക്ഷിക്കണം. ഇങ്ങനെയുള്ള
വാർത്തകൾ ദിവസം പ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരണം. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഇവര് സുഖമായിട്ട് ജീവിക്കാന്നാണ് എല്ലാവരുടെയും വിചാരം. സുഖാവോ അവർക്കും പ്രായമായ ഇത് തന്നെയാണെന്നുള്ളത് ആരും വിചാരിക്കണില്ല. ഇപ്പോഴത്തെ സ്വാർത്ഥ ചിന്തകൾ മാത്രം. എല്ലാവർക്കും ഈശ്വര ഭക്തിയോടുകൂടി ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.